സുരക്ഷയുടെ ഭാഗമായി മുൻപ് നിലനിന്നിരുന്ന പ്രശ്നബാധിത ബൂത്ത് സമാധാനമായിരുന്നുവെന്ന് തെളിയിച്ച് തിരുവൻവണ്ടൂർ. മുൻകാലങ്ങളിൽ ത്രിതല പഞ്ചായത്ത്, നിയമസഭ, പാർലമെന്റ് എന്നീ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ സുരക്ഷയുടെ ഭാഗമായി ചില മണ്ഡലങ്ങളിലെ ബൂത്തുകൾ പ്രശ്നബാധിത ബൂത്തുകളായി പ്രഖ്യാപിക്കുമായിരുന്നു. ഇവിടേക്ക് കൂടുതൽ പോലീസ് സേനയെയും വിന്യസിക്കുകയും ചെയ്യുമായിരുന്നു. അതിലൊന്നായിരുന്നു തിരുവൻവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിച്ചിരുന്ന ബൂത്തുകൾ. പ്രശ്നബാധിത ബൂത്തുകളുടെ പട്ടികയിലായിരുന്നു തിരുവൻവണ്ടൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ബൂത്തുകൾ. എന്നാൽ അങ്ങനെയല്ല, ഇവിടം സമാധാനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് തിരുവൻവണ്ടൂർ. ഇവിടെ എല്ലാ രാഷ്ട്രീയ കക്ഷികളും ചേർന്ന് സൗഹൃദമായുള്ള പ്രവർത്തനമായിരുന്നു ബൂത്തുകളിൽ ഉടനീളെ കാഴ്ചവെച്ചിരുന്നത്. ആരും ആരോടും പോരാടാതെ സെൽഫ് കൺട്രോളിലായിരുന്നു പ്രവർത്തനം. ഇങ്ങനെ തന്നെയായിരുന്നു മുൻകാലങ്ങളിലുമെന്ന് പ്രവർത്തകരും വോട്ടർമാരും പറയുന്നു. മുൻകാലങ്ങളിൽ പ്രവർത്തകർ ഒരു വോട്ടറെ കണ്ട് സംസാരിക്കുമ്പോൾ ഇവിടെ ഡ്യൂട്ടിയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അവരോട് കയർക്കുകയും ആട്ടിപ്പായിക്കുകയും അതേസമയം എതിർകക്ഷികളോട് മൃദു സമീപനം കാണിക്കുമ്പോഴുമായിരുന്നു അത് ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നതെന്ന് ഇവർ പറയുന്നു. ഇതേ തുടർന്നായിരുന്നു ഇവിടെ ഉദ്യോഗസ്ഥ സൃഷ്ടിയായ പ്രശ്നബാധിത ബൂത്ത് എന്ന് നാമകരണം ചെയ്യപ്പെട്ടത്. പൊള്ളയായ ഈ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ പൊളിച്ചടുക്കിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഓരോ ഇലക്ഷനെയും നേരിടുന്നത്. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.